ഗൈസ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനിയും നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് നിങ്ങൾ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ആപ്ലിക്കേഷൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. വെൽക്കം ടു ഫോട്ടോ ലോ എന്നൊക്കെ പറഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു ഇമെയിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ തെറ്റുകൂടാതെ നിങ്ങളുടെ പേടിഎം നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് അതേപോലെ തന്നെ സെയിം ആയിട്ട് താഴെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ താഴെ റെഫറൽ കോഡ് എന്നുള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രീനിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ റെഫറൽ കോഡ് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ റെഫറൽ കോഡ് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും സൈൻ അപ്പ് ബോണസും എല്ലാം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പേര്, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ പേടിഎം നമ്പർ ഇവയെല്ലാം വെച്ച് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ഹോം എന്ന് പറയുന്നൊരു ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സൂപ്പർ ബൈക്കുകളുടെ ഫോട്ടോസ് ആയിരിക്കും ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുമ്പേ രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം രണ്ടാമത് കാണുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓഫർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സ്പിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്പിൻ ആൻഡ് വിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്പിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്പിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പിൻ ആകും. അപ്പോൾ നമുക്കിവിടെ 10 കോയിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ജസ്റ്റ് ഇതിന് മുമ്പായിട്ട് ഒരു ആഡ് വരും. അപ്പോൾ ആഡ് വന്നതിന് ശേഷം നിങ്ങൾ ബാക്ക് നോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ട ആഡ്സ് തന്നെ ഒന്നും കൂടെ ഒന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ആ ആർട്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ആ ആർട്സ് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ടും 59 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. 59 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾക്ക് അടുത്ത സ്പിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇനി നമ്മൾ ഒരു 25 സെക്കൻഡോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പിൻ കിട്ടും. അപ്പോൾ അടുത്ത സ്പിൻ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ കൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു. അതിനെ ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റെഫർ ആൻഡ് ഓഫർ എന്ന് പറഞ്ഞ 2 ഓഫറും കൂടെ കാണാൻ പറ്റും. ഫസ്റ്റ് ആണ് നമ്മൾ ഓഫർ എന്നുള്ളത് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഓഫേഴ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓഫേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ആർട്സ് വരും. അപ്പോൾ ഓഫേഴ്സ് എന്ന് വെച്ചാൽ വെറും ജസ്റ്റ് ഒരു ഓഫർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ ഒന്ന് റേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകും. അപ്പോൾ റേറ്റ് യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുന്ന് നിങ്ങൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇവർക്ക് റേറ്റ് ചെയ്യാനും സാധിക്കും. അതാണ് ഇതിൻ്റെ 2 ഓഫർ. അപ്പം നിങ്ങൾ ഈ ഓഫേഴ്സ് കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക് വന്ന് നിങ്ങൾക്ക് റെഫർ എന്ന് പറഞ്ഞ് നടുക്കായിട്ടൊരു ഗ്രീൻ ഐക്കണിൽ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു ലിങ്കും കോഡും എല്ലാം കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിശ്ചിത തുക കമ്മീഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ടോപ്പിൽ വീണ്ടും സ്പിൻ ആൻഡ് വിൻ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എപ്പോഴും ഒരു ആഡ്സ് വരും. അങ്ങനെ വന്നിട്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലെത്തും. അപ്പോൾ നിങ്ങൾ വീണ്ടും സ്പിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അൺലിമിറ്റഡ് സ്പിൻ ആണെങ്കിൽ ഡെയിലി അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്ത് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്പിന്നിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോയിൻ കിട്ടും. അപ്പോൾ ഓരോ സ്പിന്നിന് ശേഷം നിങ്ങൾക്ക് 59 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 2 സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിച്ച് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്രോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു മനുഷ്യൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂസ് ഐക്കൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കിവിടെ 13 കോയിനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 കോയിൻ നമുക്ക് സ്പിൻ ചെയ്ത് കിട്ടി. വീണ്ടും നമ്മളൊരു 3 കോയിനും കൂടെ സ്പിൻ ചെയ്ത് കിട്ടി. അതിനുശേഷം നിങ്ങൾ റെഡീം എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ റെഡീം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ആഡ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആഡ്സും കൂടി നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പം ആർട്സ് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കൊടുത്ത Paytm നമ്പറിലേക്കായിരിക്കും വരുന്നത്. അപ്പം മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 1 രൂപയേ ഉള്ളൂ. അപ്പോൾ 1 രൂപയാണെങ്കിൽ 100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് 25 രൂപയായിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ കോയിൻസ് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ 100 കോയിനെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോയിനാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൂഫ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടേക്കാം. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.